എറണാകുളം നഗരത്തിലെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പിൽ ആയിരുന്നു ആ കഥ തുടങ്ങിയത്. ഓരോ ദിവസവും രാവിലെ മഴയോ വെയിലോ നോക്കാതെ ഒരാൾ അവിടെ കാത്തുനിൽക്കും. അവന്റെ പേര് അർജുൻ. അവൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആരെയാണെന്ന് ആരും അറിയില്ല. അവൻ ഓരോ ദിവസവും അതേ സമയത്ത്, അതേ സ്ഥലത്ത്, അതേ നിശബ്ദതയിൽ നിൽക്കും. കയ്യിൽ ഒരു ചെറിയ നോട്ട് ബുക്ക്. അതിൽ എന്തോ എഴുതും, പിന്നെ ദൂരേക്ക് നോക്കും. ഒരു ദിവസം അവിടെ ഒരു പെൺകുട്ടി വന്നിരുന്നു. ചുവന്ന ചുരിദാർ, കയ്യിൽ ഹെഡ്ഫോൺ, കണ്ണുകളിൽ ഒരു ചെറിയ വിഷാദം. അവൾ അവനെ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിച്ചിരുന്നു. അവസാനം അവൾ ചോദിച്ചു, "നിങ്ങൾ ആരെയാ കാത്തിരിക്കുന്നത്?" അർജുൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഒരു വാഗ്ദാനം. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അതിനുശേഷം അവൾക്കും ഓരോ ദിവസവും അവിടെ വരാൻ തുടങ്ങി. അവൾക്ക് അവനെ അറിയണം എന്ന തോന്നൽ. അവന്റെ നിശബ്ദത അവളെ ആകർഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ പേര് മീനു. അവർ തമ്മിൽ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. "നിങ്ങൾ ഇവിടെ എത്ര നാളായി വരുന്നു?" 3 വർഷം. "ഇത്രയും ദിവസം ഒരാളെ കാത്തിരിക്കുന്നു?" "അതെ." "അവൾ വരുമോ?" അർജുൻ ആദ്യമായി അവളെ നോക്കി. "എനിക്ക് അറിയില്ല." ആ മറുപടി മീനുവിനെ ആഴത്തിൽ സ്പർശിച്ചു. അവൾ ഓരോ ദിവസവും കൂടുതൽ സമയം അവനോടൊപ്പം ചിലവഴിച്ചു. അവന്റെ കഥ അവൾക്ക് അറിയണം എന്നായി. ഒരു ദിവസം മഴ പെയ്യുന്ന വൈകുന്നേരം അവൻ പറഞ്ഞു, "അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കോളേജിൽ പഠിക്കുമ്പോൾ." മീനു ശ്രദ്ധയോടെ കേട്ടു. "അവളുടെ പേര് ആരതി. ഞങ്ങൾ ഒരുമിച്ച് ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം അവൾ പോയി. ഒരു കാരണവും പറയാതെ. അവൾ പോയപ്പോൾ ഒരു വാഗ്ദാനം മാത്രം ബാക്കി വെച്ചു. ഈ സ്റ്റോപ്പിൽ ഞാൻ തിരികെ വരും." അർജുൻ ആ സ്റ്റോപ്പിലേക്ക് നോക്കി നിന്നു. "അതിനുശേഷം ഞാൻ ഇവിടെ നിന്നു കാത്തിരിക്കുന്നു." മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. "ഇത്രയും വർഷം?" അവൻ തലകുലുക്കി. അന്നുമുതൽ മീനു അവനെ ഒറ്റയ്ക്കാക്കാതെ നോക്കാൻ തുടങ്ങി. പക്ഷേ പതുക്കെ അവളുടെ മനസ്സിലും ഒരു മാറ്റം സംഭവിച്ചു. അവൾക്ക് മനസ്സിലായി, അവൾ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ അവൻ മറ്റൊരാളെ കാത്തിരിക്കുകയാണ്. അത് അവളുടെ മനസ്സിനെ തകർത്തു. ഒരു ദിവസം അവൾ ചോദിച്ചു, "നിനക്ക് എന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തതാണോ?" അർജുൻ മിണ്ടാതെ നിന്നു. "മീനു, നീ എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷേ എന്റെ ഹൃദയം ഇപ്പോഴും അവിടെ നിൽക്കുന്നു." മീനു കണ്ണുനീർ തുടച്ചു. "ഞാൻ ഒരു വൈകിയെത്തിയവളാണോ?" അവൻ ഒന്നും അവർക്കിടയിലെ ഏറ്റവും വലിയ മറുപടി. ദിവസങ്ങൾ കടന്നുപോയി. മീനു അവനെ കാണാൻ വരുന്നത് കുറച്ചു. അർജുൻ വീണ്ടും ഒറ്റപ്പെട്ടു. ഒരു മഴയുള്ള ദിവസം അവൻ പതിവുപോലെ സ്റ്റോപ്പിൽ നിന്നു. അപ്പോൾ ഒരു ടാക്സി നിർത്തി. ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. പഴയതുപോലെ തന്നെ. ആരതി. അവന്റെ ലോകം നിശ്ചലമായി. "നീ?" ആരതി കണ്ണുകൾ നിറഞ്ഞു. "ഞാൻ വന്നിരിക്കുന്നു." അർജുൻ വിശ്വസിക്കാനായില്ല. "ഇത്രയും വർഷം എവിടെ ആയിരുന്നു?" ആരതി മന്ദമായി പറഞ്ഞു. "എനിക്ക് പറയാൻ കഴിയാത്ത ഒരു വലിയ കാര്യം സംഭവിച്ചു. ഞാൻ ജീവിച്ചിരുന്നതുപോലും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചുവരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതിനാലാണ് ഞാൻ ആ വാഗ്ദാനം പറഞ്ഞത്." അർജുൻ മിണ്ടാതെ നിന്നു. അവന്റെ മനസ്സിൽ മീനുവിന്റെ മുഖം. അവൾ നൽകിയ സ്നേഹം. അവളുടെ കണ്ണുനീർ. ആ നിമിഷം അവൻ മനസ്സിലാക്കി. പ്രതീക്ഷയും സ്നേഹവും രണ്ടും ഒരുപോലെ ഭാരമുള്ളതാണ്. ആരതി വീണ്ടും ചോദിച്ചു, "നീ ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ?" അർജുൻ ആകാശത്തേക്ക് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, "ഞാൻ നിന്നെ കാത്തിരുന്നു." ഒരു നിമിഷം നിശബ്ദത. പിന്നെ അവൻ വീണ്ടും പറഞ്ഞു, "പക്ഷേ ജീവിതം എന്നെ പുതിയൊരു കഥയും എഴുതിച്ചു." ആരതി അത്ഭുതപ്പെട്ടു. "എന്താണ് നീ പറയുന്നത്?" അർജുൻ തിരിഞ്ഞു നോക്കി. ദൂരത്ത് മീനു നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ എല്ലാം കേട്ടിരുന്നു. അർജുൻ മുന്നോട്ടു നടന്നു. മീനുവിന്റെ അടുത്തേക്ക്. "മീനു." അവൾ മിണ്ടാതെ നിന്നു. "ഞാൻ ഒരാളെ കാത്തിരുന്നു. പക്ഷേ നീ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ മനസ്സിലാക്കി." അവൻ ആഴത്തിൽ ശ്വാസം എടുത്തു.
പ്രതീക്ഷ ചിലപ്പോൾ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ സ്നേഹം നമ്മെ ഇപ്പോഴിലേക്ക് കൊണ്ടുവരും. മീനുവിന്റെ കണ്ണുനീർ വീണു. അർജുൻ അവളുടെ കൈ പിടിച്ചു. ആരതി അകലെ നിന്ന് അത് കണ്ടുനിന്നു. അവൾക്ക് മനസ്സിലായി, ചില വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നത് കാത്തിരിപ്പിൽ അല്ല, വിടവാങ്ങലിലാണ്. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ആ ബസ് സ്റ്റോപ്പിൽ 3 ജീവിതങ്ങൾ ഒരേ നിമിഷത്തിൽ മാറി. ഒരു കാത്തിരിപ്പ് അവസാനിച്ചു. ഒരു സ്നേഹം തുടർന്നു. ഒരു മനസ്സ് മൗനമായി പിന്മാറി. അങ്ങനെ ഒരു സ്റ്റോപ്പിൽ തുടങ്ങിയത് ജീവിതത്തിലെ